നമ്മളേതായാലും രാവിലെ ഇന്നത്തെ ദിവസം ഗുഡ് മോർണിംഗ് കേരളം ആരംഭിച്ചത് ഒരു പ്രധാനപ്പെട്ട വാർത്തയുമായിട്ടായിരുന്നു, ഒരു സന്തോഷകരമായ വാർത്തയുമായിട്ടായിരുന്നു. അത് പുനർഗേഹം പദ്ധതി പ്രകാരം പൂർത്തിയായ ഫ്ളാറ്റുകളുടെ വിശേഷം പങ്കുവച്ചാണ് നമ്മൾ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം തുടങ്ങിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു സുപ്രധാന വ്യക്തിയെ കൂടി ഇന്നത്തെ നമ്മുടെ ഗുഡ് മോർണിംഗ് കേരളയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അത് വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത് മന്ത്രി സജി ചെറിയാനാണ്. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് വലിയ സന്തോഷത്തിലാണ്. സർക്കാരിൻ്റെ വലിയൊരു പ്രയത്നം, വലിയൊരു പോരാട്ടം, അതിൻ്റെ വിജയം കണ്ടു നിൽക്കുന്നൊരു ദിവസം. അതിൻ്റെ താക്കോൽദാനം നടക്കാൻ പോകുന്നു. 332 ഫ്ളാറ്റുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പുനർഗേഹം പ്രകാരം നിർമ്മിച്ച അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തി നിൽക്കുന്നൊരു സാഹചര്യം. പൂർണ്ണമായി സൗജന്യമായ ഒരു ഗവൺമെൻറ് പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ 400 വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. കാരണം ഒരു സ്റ്റേറ്റിലും അങ്ങനെ ചെയ്ത് കാണത്തില്ല. അതിൽ 332 ഫ്ലാറ്റുകളുടെ താക്കോൽ ഇന്ന് കൊടുക്കും. 68 ഫ്ലാറ്റുകളുടെ താക്കോൽ 2-3 മാസത്തിനുള്ളിൽ കൊടുക്കും. കാരണം അത് പാരിസ്ഥിതിക വകുപ്പിൻ്റെ ഒരു അനുവാദം, കേന്ദ്ര ഗവൺമെൻറ് അനുവാദം വേണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇതര വകുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും പാവപ്പെട്ടവന്മാർ ഉള്ള ഒരു വകുപ്പാണ്. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇടപെടലാണ് ഈ മത്സ്യമേഖലയിൽ നടപ്പാക്കി. അത് അദ്ദേഹം ആ മേഖലയൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ഒരു അനുഭവം കാണും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. അവർ സത്യത്തിൽ അവരുടെ ജീവിതം കഷ്ടം നിറഞ്ഞ ജീവിതമാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ അവരുടെ കഷ്ടം നിറഞ്ഞ ജീവിതത്തിന് ഒരു മാറ്റം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അതിൽ നേരിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ട്. മന്ത്രി എന്ന നിലയിൽ ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും അത് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് നടന്നത്. ഇവിടെ തന്നെ നമ്മൾ 8 ഏക്കർ സ്ഥലം ബഹുമാന്യായ ചിഞ്ചുറാണി മിനിസ്റ്ററുടെ വകുപ്പിൽപ്പെട്ടതാണ്. അവരുടെ ഉദാരമായ ഒരു മനസ്സും റവന്യൂ മന്ത്രിയുടെ പിന്തുണയും ഒക്കെ ഉണ്ടായെങ്കിലും മുഖ്യമന്ത്രിയാണല്ലോ അന്തിമമായി 2 വകുപ്പുകൾ തമ്മിൽ തീരുമാനമെടുക്കേണ്ടത്. ഞാൻ ഈ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളിക്ക് ഇങ്ങനെ വീട് കൊടുക്കണം, ഗോഡൗണിലും വാടകയ്ക്കും അനാഥത്വം പേറി മറ്റ് ബന്ധുവീടുകളിലൊക്കെ കഴിയുന്ന ഒരുപാട് കുടുംബങ്ങൾ തിരുവനന്തപുരം ജില്ലയാണ് പ്രത്യേകിച്ച്. വളരെ സന്തോഷത്തോടുകൂടി ചിഞ്ചുറാണി മിനിസ്റ്ററുമായിട്ട് സംസാരിച്ച് ആ 8 ഏക്കർ സ്ഥലം കൊടുത്തു എന്ന് മാത്രമല്ല അതിനാവശ്യമായ പണം പുനർഗേഹം പദ്ധതിയിൽ നിന്ന് അനുവദിക്കുകയും സാധാരണ ഫ്ലാറ്റിൽ നിന്ന് വ്യത്യസ്തമായി നല്ല തരത്തിൽ പണം മുടക്കി ഒരു ആധുനിക സംവിധാനത്തോടുകൂടി എല്ലാ സൗകര്യങ്ങളും, 2 ബെഡ്റൂം, ഹാള്, സിറ്റ് ഔട്ട്, കോമൺ ബാത്റൂം, അതുപോലെ തന്നെ അടുക്കള, നല്ല തരത്തിലുള്ള റോഡ് സൗകര്യം, വാട്ടർ കണക്ഷന്, അതുപോലെ തന്നെ STP പ്ലാന്റ്, ഇലക്ട്രിസിറ്റി, എല്ലാ സംവിധാനവും കൂടി നമ്മളൊരു ഫ്ലാറ്റ്, ഏതാണ്ട് ഒരു ഫ്ലാറ്റിൻ്റെ ഒരു ആവറേജ് തുക ഭൂമിയുടെയും അതിൻ്റെ നിർമ്മാണ കോസ്റ്റ് കൂടെ വരുമ്പോൾ എൻ്റെ കണക്ക് 40 ലക്ഷം രൂപ ഈ ഒരു ഫ്ലാറ്റ് ചിലവാകുന്നുണ്ട്. ഇത്രയും പണം മുടക്കി ഒരു ഫ്ലാറ്റ് സമുച്ചയം കേരളത്തിൽ നിർമ്മിക്കുക. അപ്പോൾ അതിൻ്റെ തറക്കല്ലിടിയിൽ 2 വർഷം മുമ്പ് തന്നെ മുഖ്യമന്ത്രി നിർവഹിച്ചു. ആ തറക്കല്ലിടുമ്പോൾ തന്നെ അദ്ദേഹം അവിടെ പരസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ ഈ തറക്കല്ലിട്ടാലും ഫിഷറീസ് വകുപ്പിനെയും മന്ത്രിയെയും ഞാൻ ഏൽപ്പിക്കുകയാണ്, സമയത്ത് ഇത് പൂർത്തീകരിക്കണം. അതൊരു നമ്മളെല്ലാം വളരെയേറെ ഉത്തരവാദിത്വം ഉള്ളവരാക്കി മാറ്റുന്ന തരത്തിലുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തി. ഈ സമയത്ത് ഈ താക്കോല് ഈ ഗവൺമെൻറ് കാലാവധിക്ക് മുമ്പ് പറയുന്ന സമയത്ത് ഈ താക്കോല് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പല പ്രാവശ്യം അത് ഇടപെട്ടു. അപ്പോഴൊക്കെ ഞാൻ കൃത്യമായി റിവ്യൂ നടത്തുന്നു എന്ന് അത് അറിയായിരുന്നു. ഒരു 30 പ്രാവശ്യമെങ്കിലും മന്ത്രി എന്ന നിലയിൽ ഞാൻ ആ സ്പോട്ടിൽ പോയിട്ടുണ്ട്. ധാരാളം റിവ്യൂ മീറ്റിംഗ് എടുത്തിട്ടുണ്ട്. എൻ്റെ വകുപ്പിലുള്ള നല്ല പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഞാൻ അതിനുവേണ്ടി നിയമിച്ചു. ഗുരുവായൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചു. ഓരോ ചെറിയ കാര്യത്തിലും നമ്മുടെ ഇടപെടലുണ്ടായിരുന്നു. അവസാനം ഞാൻ CM-നോട് പറഞ്ഞു, അങ്ങ് പറഞ്ഞതിന് 1 മാസം മുമ്പ് പൂർത്തീകരിച്ചിരിക്കും. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പ്രതിസന്ധികളുണ്ട്. പല കാര്യങ്ങളിൽ പ്രതിസന്ധി വരുമല്ലോ, കാരണം ഒരു നിർമ്മാണ പ്രവർത്തനം ചെറിയ കാര്യമല്ല. ഭൂമി ഏറ്റെടുക്കുന്ന സമയം മുതൽ കോർപ്പറേഷൻ അനുവാദം കിട്ടുന്നത് മുതൽ അതിൻ്റെ ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കുന്നവരെയും തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധി എല്ലാം ഞങ്ങൾ അതിജീവിച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചതിനേക്കാൾ 1 മാസം മുമ്പ് ഇന്ന് താക്കോൽ കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വകുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം ആണ്. 400 കുടുംബങ്ങളെ സംരക്ഷിക്കുക. അപ്പോൾ ഈ മുട്ടത്തറ പ്രോജക്റ്റ് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റ്, പക്ഷേ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റ്, അഭിമാനകരമായ പ്രോജക്റ്റ്, അത് ഏറ്റവും അർഹതപ്പെട്ട ഒരു ജനവിഭാഗത്തിന് കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.
ഈ അനുവദിക്കപ്പെട്ട ആളുകളുടെ മുഖം കാണുമ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങൾ കാണും, വൈകിട്ട് വരുമ്പോൾ കണ്ടു എന്തോ ഒരു സന്തോഷത്തിനാണ്. അതുങ്ങളൊക്കെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അല്ലാതെ മറ്റൊരു ഗവൺമെൻറ് ചെയ്യാനും കഴിയില്ല. കാരണം അത്ര അവരോട് കമ്മിറ്റഡാണ് ഞങ്ങൾ. ഞാനൊരു കാര്യം പറയാം, ഈ തീരമേഖലയിൽ, മത്സ്യത്തൊഴിലാളി മേഖലയിൽ, പ്രത്യേക തീരമേഖലയിൽ കാര്യമായ ഒരു പ്രക്ഷോഭം പോലും അവർക്ക് നടത്തേണ്ടി വരുന്നില്ല. കാരണം അവർക്ക് അത് അറിയാഞ്ഞിട്ടല്ല. വലതുപക്ഷക്കാരൊക്കെ പലപ്പോഴും അവരെ കുത്തിയിളക്കാൻ ശ്രമിച്ചാലും അങ്ങനെ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോലും അവർക്ക് വരാൻ കഴിയാത്ത തരത്തിലുള്ള ഇടപെടൽ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പം വിഴിഞ്ഞത്തെ വിഷയം, അവിടുത്തെ പള്ളി വികാരിയും അവിടുത്തെ ജമായത്തിൻ്റെ ഭാരവാഹികളും വന്ന് കണ്ട് ഒരു 10-20 പ്രാവശ്യമെങ്കിലും ഞാനും വാസവ മിനിസ്റ്ററും ധനകാര്യമന്ത്രിയും ഒക്കെ ആയിട്ടൊന്ന് ചർച്ച ചെയ്ത് ഏറ്റവും അവസാനം മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തി. അദ്ദേഹം തന്നെ ലാസ്റ്റിൽ നേരിട്ട് ഇടപെട്ട് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതിൽ എല്ലാം അങ്ങ് പരിഹരിച്ചു എന്നല്ല, അത്ര മുൻകൈ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ മുതലപ്പൊഴിയിലെ പ്രശ്നം, ഒരു ഗവൺമെൻറ് 2 വർഷം കൊണ്ടൊരു ഹാർബർ 177 കോടിക്ക് പിന്നെ നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ CWPRSൻ്റെ പഠനം പൂനെയിലും ചെന്നൈയിലും എല്ലാം നടത്തി അതിൻ്റെ റിപ്പോർട്ട് വന്ന് ഞാൻ മന്ത്രിയായി ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ മരണത്തിൻ്റെ പ്രശ്നം വന്നു. ഞാനവിടെ സ്പോട്ടിൽ പോയി മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. പിന്നെ ഒരു ഇടപെടലെന്ന് പറഞ്ഞാൽ യുദ്ധകാലാടിസ്ഥാന ഇടപെടുകയാണ്. യുദ്ധകാലാടിസ്ഥാന ഇടപെടൽ അതിൻ്റെ പുറകെ ഞങ്ങൾ കൂടി കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ സമയബന്ധിതമായി അത് നൽകി സബ്മിറ്റ് ചെയ്തു. കേന്ദ്രമന്ത്രി ബഹുമാനപ്പെട്ട ജോർജ് കുര്യൻ കൂടി ആത്മാർത്ഥമായി സഹായിച്ചു. ആ മുതലപ്പൊടി നിർമ്മാണം ആരംഭിച്ചു. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഓരോ മേഖലയിൽ ഇപ്പോൾ നമ്മൾ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ മറ്റൊരു കാലത്തും ഇല്ലാത്ത തരത്തിൽ ഈ ഗവൺമെൻറ് കാലത്ത് നമ്മൾ വലിയ മുൻകൈ എടുക്കുകയാണ്. ഇപ്പോൾ കൊച്ചിയിൽ, എറണാകുളത്തെ നമ്മുടെ ഈ പിന്നെ കടൽ കയറി മാക്സില മണ്ഡലത്തിലാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമുണ്ട്. 744 കോടി രൂപയുടെ പ്രൊജക്റ്റല്ല അവിടെ ചെയ്തത്. അവിടെ ഇപ്പോൾ വീണ്ടും ഒരു 300 കോടി രൂപയുടെ പദ്ധതിക്ക് ഇപ്പം അനുവാദം വീണ്ടും സർക്കാർ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും മത്സ്യത്തൊഴിലാളികളുടെ ഇഷ്യൂസിൽ നമ്മൾ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഇടപെടുന്നതിൻ്റെ ഫലമായി എതിരാളികൾക്ക് ഈ ജനവിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സമരം നടത്തുക എന്ന് പറഞ്ഞാൽ ആ ജനവിഭാഗത്തിന് അതിനോട് താല്പര്യമില്ല. അവർ ഈ ഗവൺമെൻറ്റിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുന്നു. ഈ ഗവൺമെൻറ് ചതിക്കില്ല, പറയുന്ന കാര്യങ്ങൾ ചെയ്യും, അതിനോട് ആത്മാർത്ഥതയുണ്ട് എന്നതുകൊണ്ട് തീർച്ചയായിട്ടും മന്ത്രി എന്നുള്ള നിലയിൽ ആ മേഖലയിൽ നമ്മൾ നടത്തിയ പ്രവർത്തനത്തിന് അവരുടെ ഒരു പ്രതികരണവും അവരുടെ ഒരു തിരിച്ചുള്ള സഹായവും. അവർ നിഷ്കളങ്കരാണ്, അവർക്ക് വേറെ ഒരു താല്പര്യമില്ല. അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ നിറവേറ്റി കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആ നിഷ്കളങ്കരായ മനുഷ്യർ ആപത്ത് വന്നപ്പോൾ നമ്മളെ സഹായിച്ചവരാണ്. കേരളം 2018 പ്രളയത്തിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് ഈ സൈന്യം, ഈ മത്സ്യത്തൊഴിലാളികൾ, പ്രത്യേകിച്ച് എൻ്റെ മണ്ഡലത്തൊക്കെ ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു. അപ്പോൾ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ, ഇവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 10 ടെക്നിക്കൽ സ്കൂളാണ് നമ്മൾ. അത് 4 സ്കൂള് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മോഡർണൈസ് ചെയ്തു. 6 സ്കൂളിന് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ 20 കോടി ഇപ്പോൾ കൊടുത്തു, വീണ്ടും 20 കോടി, 40 കോടി രൂപ വീണ്ടും അനുവദിക്കുക. ഈ ഗവൺമെൻറ് കാലത്ത് ഈ 6 സ്കൂൾ കൂടി നമ്പർ 1 ആവും. ഈ അടുത്ത 6 മാസം കൊണ്ട് ഞങ്ങളത് പൂർത്തീകരിക്കും. 10 ടെക്നിക്കൽ സ്കൂള്, കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന 10 ടെക്നിക്കൽ സ്കൂളുകൾ കേരളത്തിൽ ഏറ്റവും നമ്പർ 1 ആകുക. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സഹായത്തോടുകൂടി തീരദേശത്തെ മിക്കവാറും എല്ലാ സ്കൂളുകളും പുതിയ കെട്ടിടങ്ങൾ നമ്മൾ പണിത് കഴിഞ്ഞു. അതും ഫിഷറീസ് വകുപ്പ് ഇടപെടുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്ററിനെങ്കിൽ എല്ലാ കാര്യം ഞാൻ അങ്ങോട്ട് സംസാരിക്കും, അത് ഇങ്ങോട്ടും പറയും. അല്ല, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മാത്രമല്ല, ചേട്ടാ ഇന്ന ഒരു വിഷയം ഇന്ന മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൽ ഇന്ന സ്കൂളിലുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യം. അപ്പം അദ്ദേഹത്തിൻ്റെ വലിയൊരു സപ്പോർട്ട് ഈ പൊതുവിദ്യാഭ്യാസ മേഖല. ഇപ്പോൾ വീണ ജോർജിൻ്റെ പ്രത്യേക സഹായത്തോടുകൂടി ആരോഗ്യ മേഖലയിൽ നമ്മൾ ഒരുപാട് പുതിയ കെട്ടിടങ്ങൾ, ഹോസ്പിറ്റൽ കെട്ടിടങ്ങൾ, അതും എല്ലാം ഈ നമ്മുടെ ആരോഗ്യ മേഖലയിൽ വന്നു. ഇപ്പം ഞങ്ങൾ ഈ 80ഓളം ഗ്രന്ഥശാലകൾ എടുത്തിട്ട് അവർ എല്ലാം ആധുനിക സാങ്കേതിക സംവിധാനം കൂടി കുട്ടികളുടെ പഠന കേന്ദ്രം എന്ന നിലയിൽ ഇപ്പം നമ്മൾ തുടങ്ങി. ഈ കഴിഞ്ഞ വർഷം അവർക്കെല്ലാം കമ്പ്യൂട്ടർ, അവർക്ക് ടെലിവിഷൻ, എല്ലാ ആധുനിക ഒരു ഗ്രന്ഥശാലയ്ക്ക് എന്തെല്ലാം മോഡേണൈസ് ചെയ്യണോ അതെല്ലാം നമ്മൾ കൊടുത്തു. അപ്പോൾ ഇവർക്ക് പഠിക്കാനുള്ള സൗകര്യം. ഞാനൊരു കാര്യം പറയാം, ഇപ്പം നമുക്ക് ഏതാണ്ട് ഒരു 90 കുട്ടികൾ ഈ കഴിഞ്ഞ ഒരു 8 വർഷം കൊണ്ട് അല്ലെങ്കിൽ 9 വർഷം കൊണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് നമ്മൾ കൊടുക്കുന്ന നീറ്റ് പരീക്ഷയ്ക്കുള്ള ട്രെയിനിങ്, ഒരു വർഷത്തെ കോഴ്സ് നമ്മൾ കൊടുക്കുക സൗജന്യമായിട്ട്. ഈ വർഷം മാത്രം, അതെല്ലാം കഴിഞ്ഞ ശേഷം ഈ വർഷം 26 കുട്ടികളിപ്പോൾ ഈ വർഷം ആദ്യമായി നമ്മൾ ഈ കൊടുത്ത പിന്നെ പഠിക്കാൻ കൊടുത്ത സൗകര്യത്തിൻ്റെ ഭാഗം 26 കുട്ടികൾ എൻട്രൻസിലേക്ക് ഈ പ്രാവശ്യം കയറി. വിദേശ രാജ്യത്ത് ഞാൻ വന്നതിന് ശേഷം, ഞങ്ങളുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം 3 പേര് ഇപ്പോൾ യൂറോപ്പിൽ പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം സൗജന്യമാണ് അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുള്ളൂ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം 47 മണ്ഡലങ്ങളിലും ഞാൻ പോയി മത്സ്യത്തൊഴിലാളി വിളിച്ചു കൂട്ടി, അവരുടെ പ്രശ്നങ്ങൾ കേട്ടു. 36,000 പരാതികൾ വന്നു. അതിലൊരു 30,000 പരാതിക്ക് പരിഹാരം കണ്ടു. അവർക്ക് കൊടുക്കാനുള്ള സാമ്പത്തിക സഹായങ്ങൾ, ഇൻഷുറൻസ് 2004 മുതൽ കൊടുക്കാനുള്ള ഇൻഷുറൻസ് കോഴിക്കോടും ആലപ്പുഴയിലും കോഴിക്കോടും തിരുവനന്തപുരത്തും അദാലത്ത് നമ്മൾ കൊടുത്തു. അവർക്ക് കൊടുക്കാനുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഒക്കെ നമ്മളിപ്പം തന്നെ ക്ഷേമനിധി
എല്ലാം 2 ഇരട്ടി 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ അവരോട് ഞങ്ങൾ ഒരുപാട് കമ്മിറ്റഡാണ്. അവർക്ക് ആഗ്രഹിക്കുന്നതിനപ്പുറം ഞങ്ങൾ കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ വിഴിഞ്ഞം വരുന്നൊരു സമയത്ത് നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷം ഏത് രീതിയിലാണ് അവരെ ഉപയോഗിച്ചത് എന്നൊക്കെ. പക്ഷെ അതിനുശേഷം ഈ ഒരു പുനർഗേഹം പദ്ധതിയൊക്കെ സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ പോലും ഈ ഒരു പുനരധിവാസം അത് യാഥാർത്ഥ്യമാകില്ല എന്ന് പറഞ്ഞൊരു പ്രതിപക്ഷം ഇവിടെ ഉണ്ട്. ആ പ്രതിപക്ഷത്തിൻ്റെ കണ്ണ് തുറക്കാൻ കിട്ടിയൊരവസരം ഇത്. കാരണം എന്ന് പറഞ്ഞാൽ അവരല്ല ഞങ്ങൾ ആ വിഴിഞ്ഞം വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണോ കേരള ഗവൺമെൻറ് പറഞ്ഞത് ആ പ്രശ്നത്തിന് മുഴുവൻ ഞങ്ങൾ പരിഹാരം കണ്ടുകൊണ്ടിരിക്കുക. ഒരു പ്രശ്നം മാത്രമല്ല, ചെറുതും വലുതുമായ എല്ലാ പ്രശ്നവും. ഇന്നലെയും വിഴിഞ്ഞത്തെ അച്ഛനും അവിടുത്തെ ഇടവുകാരനും വന്നു. കഴിഞ്ഞ ദിവസം ജമായത്തിൻ്റെ ഭരണം വന്നു. ഇത് ഇന്ന കാര്യങ്ങൾ പറഞ്ഞത് തീരുമാനിച്ചെങ്കിലും നടന്നില്ല. ഈ 13-ാം തീയതി ഞാനും വാസവ മിനിസ്റ്ററും വിദ്യാഭ്യാസ മന്ത്രിയും കൂടെ യോഗം പ്രത്യേകം വിളിച്ചിട്ടുണ്ട്. ഏതാണ് നടക്കാത്തത്? അങ്ങനെ ഓരോ വകുപ്പിലും ഞങ്ങൾ ഇടപെട്ട് ഓരോ മേഖലയുമായി ബന്ധപ്പെട്ടും അവരുടെ പ്രശ്നം ചർച്ചയുണ്ടായി. അവർക്ക് സന്തോഷമാണ്. ഇന്നലെ അവിടെ വന്ന അച്ഛൻ രാത്രി എനിക്കൊരു മെസ്സേജ് ഇട്ടു. എന്ന് വെച്ചാൽ പിണറായി വിജയനെയും സജി ചെറിയാനെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. ഇപ്പോൾ വിഴിഞ്ഞത്ത് പുതിയ ഹാർബർ വരുന്നു, അതിനുള്ള പണം ട്രാൻസ്ഫർ ചെയ്ത് ഹാർബർ എഞ്ചിനീയറിംഗിന് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ പുതിയ ഹാർബർ പണിയാൻ പോകുന്നു. അപ്പോൾ ചെറിയ കാര്യം, ആ പുതിയ ഹാർബർ പറഞ്ഞാൽ 350 കോടി രൂപ. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ അവരോട് പറഞ്ഞ വാക്ക് പാലിക്കുക. അത് പ്രതിപക്ഷത്തിന് നല്ലപോലെ അറിയാം. കാരണം ആ വാക്ക് പാലിക്കുന്നത് തീരദേശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തരത്തിലുള്ള സാധ്യത കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഈ പ്രാവശ്യം വരും. ഈ പ്രാവശ്യം നല്ല സാധ്യതയുണ്ട്, ഈ പ്രാവശ്യം അത് കൂടുതൽ വരും എന്നവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് അവർ തീരദേശ യാത്ര നടത്തുന്നതും സമരം ചെയ്യാൻ ആളുകളെ ഇളക്കാനും ഇങ്ങനെയൊക്കെ. പക്ഷേ ഇതൊന്നും മത്സ്യത്തൊഴിലാളി വീടില്ല. മത്സ്യത്തൊഴിലാളി 100% ഈ ഗവൺമെൻറ്റിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അവർ പറയുന്നതിന് മുമ്പ് ഞങ്ങൾ ഇടപെടുകയാണ്. ഇനി അവർക്ക് പറയാനുള്ള ഒരു വേദി, ഒരു സ്വാതന്ത്ര്യം, ഒരു കാലത്തും ഇല്ലാത്ത സ്വാതന്ത്ര്യം ഞങ്ങളുടെ മുമ്പിലുണ്ട്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, അവരുടെ ആവശ്യങ്ങൾ പറയാം. ചെറിയതും വലുതാണെങ്കിലും എല്ലാം നിറവേറ്റിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏത് ചെറിയ ആവശ്യം പറഞ്ഞാലും അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ചെയ്യാൻ കഴിയുന്നതാണ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഈ ഫ്ലാറ്റ് സമുച്ചയം. തീർച്ചയായും മനു, അത് തന്നെയാണ് മന്ത്രി സജി ചെറിയാനും വ്യക്തമാക്കിയത്. കാരണം അവർക്ക് സർക്കാരിലുള്ളൊരു വിശ്വാസം അത് ആ രീതിയിൽ തന്നെ പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ പിണറായി സർക്കാരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. അതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് മന്ത്രിയും നമ്മോടൊപ്പം ഇന്നിപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ പങ്കെടുത്തത്.